തീയതി നിങ്ങൾ ക്ലാസ് ടൈം 9:30 to 3:30 എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അതില് ഒരു 10:30 എബോവ് നിങ്ങളുടെ കുട്ടികളെല്ലാവരും ഹണി റോസിന്റെ ഉദ്ഘാടനത്തിന്റെ വേദിയിലുണ്ടായിരുന്നല്ലോ. അതല്ല, അതെന്താ വെച്ചാൽ അവര് വരുന്നവരിങ്ങൾ എത്തിയില്ല, അതുണ്ടായത്. എങ്ങനെ? കോളേജിലേക്ക് വരുമ്പോ തന്നെ അവര് കുറെ പേര് അവിടെ നിന്നു, ഇങ്ങോട്ട് എത്തിയില്ല. ഈ 100 കണക്കിന് കുട്ടികളെ നിന്നിട്ട് നിങ്ങളത് അന്വേഷിച്ചിട്ടില്ല? അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും. അവരെങ്ങോട്ട് പോയി നിങ്ങൾ അന്വേഷിച്ചിട്ടില്ലേ? അവര് അവിടെ ആയിരുന്നു കുറച്ച് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇവിടുത്തെ പിള്ളേർ പോകാൻ പറഞ്ഞപ്പോൾ പോകാൻ പറഞ്ഞില്ല, ഇവിടെ വരാൻ പറഞ്ഞപ്പോ ആരും വന്നില്ല, അതുണ്ടായത്. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സാർ. കുറച്ച് പേര് വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങളെ ഹണി റോസിനെ കാണാൻ പോയതാണ്. അപ്പൊ അവർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ക്ലാസ്സിലെ സമയത്ത് ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. അല്ല, കുറച്ച് പേര് വന്നു, കുറച്ച് പേര് വന്നിട്ടില്ല എന്നാ പറഞ്ഞത്. കാരണം നമ്മുടെ കോളേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം കുറെ കുട്ടികളാണ്. ഇതിൽ മിക്കവാറും പേര് കുടുംബത്തുമായിട്ടുള്ള സ്വയം സമ്പാദിച്ച് വരുന്ന ആൾക്കാരാണ്. ഞാൻ അന്ന് ഇവിടെ വന്നപ്പോഴാണ് കുറെ കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് പേര് എടുത്ത് കോട്ടയം ചോദിച്ചപ്പോൾ ഞങ്ങൾ പോകാൻ പറ്റില്ല, ഇവിടെ ക്ലാസ്സിലിരിക്കുന്നത്. അപ്പൊ അപ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ഞങ്ങളെ കുറച്ച് പിള്ളേർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ അവരെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിച്ചത് നമുക്ക് കിട്ടില്ല, കാരണം +1 +2 പിള്ളേരാണെന്ന് നമ്മൾ ഫോൺ അലൗഡ് അല്ല അവിടെ. പിന്നെ ഡിഗ്രി പിള്ളേരാണെന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് തന്നെ അവിടെ നിന്നിരിക്കുകയാണ് അവര്. അപ്പൊ അതിന് 9:30 മുതൽ 3:30 വരെയാണ് നിങ്ങളുടെ ക്ലാസ് എന്ന് നിങ്ങൾ പറയുന്നു. 9:30 കുട്ടികൾ ക്ലാസ്സിൽ എത്തിയിരുന്നില്ല എന്ന് പറയുന്നു. 11 മണിക്ക് 11:30 മണിക്ക് അവർ ക്ലാസ്സിൽ വരുമ്പോൾ യാതൊരു ഉപാധിയും ഇല്ലാതെ അവർ ക്ലാസ്സിലിരുത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിടുന്നു. അപ്പോ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ആർക്കും പെൺകുട്ടികൾക്ക് എപ്പോഴും തോന്നുന്നത് പോലെ വരാം, തോന്നുന്നത് പോലെ പോകാം എന്ന രീതിയിലാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല സാറേ. അങ്ങനെ തോന്നുമ്പോ കയറാൻ പോകാനും പറ്റില്ല. പിള്ളേർ ആ ഒരു ഹണി റോസ് ഉള്ള രീതിയിൽ ആ കുട്ടികൾ അവരുടെ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർ ചെയ്ത പണിയാണ്, അല്ലാതെ നമ്മളൊന്നും ചെയ്യാറില്ല. വളരെ കുറച്ച് കുട്ടികളാണ് പഠിക്കുന്നത്. 3000-നും 300, 350 ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നടപടികളൊന്നും എടുക്കാൻ പറ്റില്ല സാർ കുട്ടികളുടെ പേര്. നമുക്ക് വിവരം അറിയിക്കാൻ രക്ഷിതാക്കളോട് പറയുക, വരിക എന്നല്ലാതെ. ഞങ്ങളൊരു സ്റ്റഡി സെന്റർ പോലെയാണ്. ഇവിടെ സെന്റർ ഒരു എക്സാം സെന്റർ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങളവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർക്ക് നടപടിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്റർണൽ കൊടുക്കുന്നോ ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അവർ എക്സാം സെന്റർ വിക്ടോറിയോ യുവക്ഷേത്രം അങ്ങനെയൊക്കെ എഴുതി അവിടെ പോയി അവർ പരീക്ഷ എഴുതും. അപ്പോഴും നമുക്ക് കൂടെ പോകാനൊന്നും പറ്റില്ല. അപ്പൊ അവരവരുടേതായ പോയി പരീക്ഷ എഴുതുന്നോ വരുന്നു, അങ്ങനെയാണ്. അങ്ങനെ ഒരു സ്ഥാപനമാണ്, അല്ലാതെ വിക്ടോറിയ കോളേജ് പോലോ മേഴ്സി കോളേജ്. ഈ ഒരു വോയിസ് നമ്മൾ കേട്ടല്ലോ. കോർപ്പറേറ്റീവ് കോളേജിലെ പ്രിൻസിപ്പലിനോട് ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചപ്പോൾ അവർ പറയുന്ന മറുപടിയാണ് നമ്മൾ ഈ കേട്ടത്. ഇത് ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഹണി റോസിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണിത്. കഴിഞ്ഞ ദിവസം ഹണി റോസ് പാലക്കാടുള്ള ഒരു ഫർണിച്ചർ കട ഉദ്ഘാടനത്തിന് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു എന്താ, ആരും വരില്ല എന്ന്. പക്ഷെ അതൊന്നും അല്ല സംഭവിച്ചത് കേട്ടോ. ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ആ ഉദ്ഘാടനത്തിന് ആരും വരില്ല എന്ന്. ശരിക്കും അത് തന്നെയാണ് സത്യം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണി റോസ് പെട്ടെന്ന് ഒരു പോസ്റ്റ് ഒക്കെ അങ്ങ് പോസ്റ്റ് ചെയ്ത് ഞാൻ ഇന്നടുത്ത് ഇന്ന ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ടൊക്കെ. കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒക്കെ കയറി വരട്ടെ എന്ന് കരുതിയിട്ട്. എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നും പറഞ്ഞിട്ടാണ് ഹണി റോസ് ഉദ്ഘാടനത്തിന് പോയത്. ശരിക്കും നല്ലൊരു മാന്യമായ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഉദ്ഘാടനത്തിന് വന്നത്. ആരാധകര്, അതായത് കുഞ്ഞു കുഞ്ഞു ആരാധകരാണ് അവിടെ കാത്തു നിന്നത്. സാധാരണ കാണുന്ന ഒരു ജനക്കൂട്ടമോ ജനങ്ങളോ ഒന്നും അവിടെ കണ്ടില്ല. ചെറിയ ആരാധകരാണ് അവിടെ കണ്ടത്. അതായത് കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, അങ്ങനെയുള്ള ആരാധകരായിരുന്നു. അവരെല്ലാം കാത്തിരുന്ന ഒരു ഡ്രസ്സിൽ, അതായത് ഹണി റോസിനെ ഏത് രീതി കാണാൻ ആഗ്രഹിച്ചോ അതുപോലെ ഒന്നും അല്ല ഹണി റോസ് അവിടെ അന്ന് വന്നത്. എന്തായാലും മാന്യമായിട്ടൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഹണി റോസ് അന്നത്തെ ആ ഉദ്ഘാടനത്തിന് വന്നത്. കുട്ടികളെ ഹണി റോസിന്റെ ഉദ്ഘാടനം കാണാൻ എത്തിയെന്നും പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ വരെ ഇറക്കിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഹണി റോസ് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹണി റോസ് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, കുറെ കുട്ടികളുണ്ട്. അവര് പണ്ടും എന്നെ നല്ലതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവരെന്നെ ഇപ്പോഴും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഹണി റോസ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. എനിക്ക് അന്ന് തന്ന സ്നേഹം അവരത് ഇപ്പോഴും എനിക്ക് തരുന്നുണ്ട് എന്നാണ് ഹണി റോസ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഹണി റോസ് പറയുന്ന ആ ഒരു വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ജാതിപ്പെട്ട ആൾക്ക് നേരെയാണ് അറ്റാക്ക് വരുന്നത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. എന്റെ പ്രശ്നം ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഈ വ്യക്തിയിൽ നിന്ന് പോലും എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭീകരമാണ്, ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കോളേജ് കുട്ടികളെ മനഃപൂർവ്വം ഇറക്കി അവിടെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച ആളുകളുണ്ട്. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ?
100% ജെന്യുവൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം. എന്നെ പറ്റിയാണ് പറയുന്നത്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തും, നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ചീമുട്ട എറിയും. എന്തിന്റെ പേരിലാണ് ചീമുട്ട എറിയുന്നത്? എനിക്ക് പോലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക എന്നുള്ളത് അതെനിക്ക് ഏറ്റവും അതിശയമുള്ളൊരു കാര്യമാണ്. സ്ത്രീകളാണ് ആദ്യം പറയുന്നത്. ശരിയാണ്, ഇത്രയും സൗന്ദര്യവും കഴിവും ഒക്കെ ഉള്ള ഒരു സിനിമാ നടിയെ ആരായാലും ഇഷ്ടപ്പെടും. പക്ഷെ അവരൊരു മാന്യമായ ഡ്രസ്സും കൂടി ഇട്ടുകൊണ്ട് വന്നിരുന്നു എങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടേനെ. ഈ പറയുന്ന സ്ത്രീകളോ എന്ന് മാത്രമല്ല, എല്ലാവരും സ്ത്രീകളും കുട്ടികളും വയസ്സായവരും പുരുഷന്മാരും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ അത് മാന്യമായ ഒരു ഡ്രസ്സും കൂടി ഇട്ടുകൊണ്ട് വന്നിരുന്നു എങ്കിൽ, സത്യം പറഞ്ഞാൽ ഇതിപ്പം ആൾക്കാരെ ക്യാഷ് കൊടുത്താണ് ഇറക്കിയതെന്നാണ് എല്ലാവരും പറയുന്നത്. അത് സത്യം തന്നെ ആകാനാണ് സാധ്യത. ഇതിനിടയിൽ ഒരു PR വർക്ക് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. ഞാൻ ഇനിയും ഉദ്ഘാടനത്തിന് പോകും എന്നാണ് ഹണി റോസ് പറയുന്നത്. എനിക്ക് എല്ലാ സ്ത്രീകളുടെയും പിന്തുണ എനിക്ക് ഉണ്ടാകുമെന്നാണ് ഹണി റോസിന്റെ ഒരു വിശ്വാസം. ശരിയാണ്, എല്ലാ സ്ത്രീകൾ ഹണി റോസിന് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും. അതിനൊരു മാന്യമായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് വന്നിരുന്നു എങ്കിൽ, അതായത് ഇനിയെങ്കിലും ഈ ഒരു കോമാളിത്തര വേഷങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു സദസ്സിലേക്ക് ഇറങ്ങുമ്പം അവനവന്റെ മാനം മറയ്ക്കുന്ന രീതിയിലെങ്കിലും ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയില്ല എങ്കിൽ, ഇനി ഇതല്ല, ഇത് മാനം മറയ്ക്കുന്ന നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ സ്ത്രീകളും കൂടെ തന്നെ നിൽക്കും എന്ന് ഉറപ്പുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെലിബ്രിറ്റിയാണ്, നല്ല ആക്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കൂടി ഇടണം. സെലിബ്രിറ്റി ആണെന്ന് കരുതിയിട്ട് ഈ മാതിരി കോപ്രായങ്ങൾ കാണിച്ചാൽ സ്ത്രീകളെന്നല്ല ആരായാലും കാർക്കിച്ച് തുപ്പി തന്നെ ചെയ്യും. പിന്നെ മൊട്ടയേറും മറ്റത് മറിച്ചത് ഒന്നും പറയണ്ട. ഇനി പല പല കാര്യങ്ങളും സ്കൂൾ കുട്ടികളെയും കോളേജ് കുട്ടികളെയും ഹണി റോസിന്റെ ഉദ്ഘാടനം കാണാൻ എത്തിയെന്നും പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ വരെ ഇറക്കിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഇതിനെതിരെ ഹണി റോസ് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹണി റോസ് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരുണ്ട്, സ്ത്രീകളുണ്ട്, കുറെ കുട്ടികളുണ്ട്. അവര് പണ്ടും എന്നെ നല്ലതുപോലെ സ്നേഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവരെന്നെ ഇപ്പോഴും നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഹണി റോസ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറയുന്നുണ്ട്. എനിക്ക് അന്ന് തന്ന സ്നേഹം അവരത് ഇപ്പോഴും എനിക്ക് തരുന്നുണ്ട് എന്നാണ് ഹണി റോസ് പറയുന്നത്. എന്റെ പ്രശ്നം ഞാൻ മാന്യമായിട്ടല്ല വസ്ത്രം ധരിച്ചതെന്നും പറഞ്ഞിട്ടാണ് എനിക്കുള്ള അറ്റാക്ക് ഉണ്ടായത്. പരാതി കൊടുത്തതിന്റെ തലേദിവസം വരെയും ഞാൻ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അല്ല, ഈ വ്യക്തിയിൽ നിന്ന് പോലും എന്റെ കൊളീഗ്സ് ഒക്കെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭീകരമാണ്, ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് കോളേജ് കുട്ടികളെ മനഃപൂർവ്വം ഇറക്കി അവിടെ അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിലും നെഗറ്റീവ് കണ്ടുപിടിച്ച ആളുകളുണ്ട്. കോളേജ് കുട്ടികളാണെങ്കിലും ഒരു മനുഷ്യരല്ലാന്നുണ്ടോ? 100% ജെന്യുവൻ ആണെന്നുള്ളത് എനിക്കും ഈ കണ്ടു നിന്ന ആളുകൾക്കും ഇത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാം.